രണ്ടും മൂന്നും മുട്ട എടുത്ത് പൊട്ടിച്ച് പ്ലേറ്റിലോട്ടിട്ടിട്ട് ഒരു പൊടി ഉപ്പും ഇട്ടിട്ട് നല്ലവണ്ണം ഇങ്ങനെ ഒന്ന് കലക്കിയിട്ട് നല്ലവണ്ണം ഒന്ന് അടിച്ച് എടുക്കണം. അടിച്ചതിന് ശേഷം അതിലേക്ക് ഇങ്ങനെ മുട്ട ബ്രെഡിലിട്ട്, ഇവിടെ ഒരാൾ മുട്ട കഴിക്കില്ല, പൊരിച്ചാലും തിന്നൂല, ചിലപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ കഴിക്കും. അതിനു വേണ്ടിയാണ് ഇതിങ്ങനെ ഇപ്പോൾ ശരിയാക്കി കൊടുക്കണം. മുട്ടയിൽ നല്ലവണ്ണം ഇത് മുക്കണം. ഇവിടെ ഒരാൾ മുട്ട കഴിക്കില്ല, എനിക്കറിയാം. എന്നിട്ട് ഇങ്ങനെ ദോശക്കല്ലിലോട്ടിടണം. അടുത്ത മുട്ട എടുക്കണം, ബ്രെഡ് എടുക്കണം. നമ്മളിതിനിപ്പോൾ ഒരു 3 മുട്ട എടുത്തു. നമ്മളെ വീട്ടിലിപ്പം നിറച്ച് മുട്ടയുണ്ട്, നിറച്ചല്ല ഇപ്പം തീരാറായി, കുറച്ച് മുട്ടയുണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്പം മുട്ട ബ്രെഡ് പൊരിക്കണം, മുട്ട ആംപ്ലേറ്റ് അടിക്കണം, മുട്ടക്കറി വയ്ക്കണം എല്ലാം. ഞാനും കഴിക്കില്ല അപ്പം ഇത് എനിക്കിഷ്ടമല്ല ഇങ്ങനെ മുട്ടയിൽ ബ്രെഡ് കഴിച്ചാൽ. ഞാൻ കഴിക്കില്ല. അവർക്ക് ഉണ്ടാക്കിയിട്ട് ഞാൻ തേയിലയിട്ട് ബ്രെഡ് തിന്നും, എനിക്കിഷ്ടമല്ല. അപ്പം അവർക്ക് രണ്ടുപേരും കൂടെ 8 കഷ്ണം ബ്രെഡ്, ഇത് കാശിക്ക് ഇത് കൃഷ്ണയ്ക്ക് 8 കഷ്ണം ബ്രെഡ് പൊരിച്ച് രണ്ടുപേരും കൂടെ പൊരിക്കും. അവർക്ക് ഇഷ്ടമൊന്നുമില്ല. കൈയൊന്ന് കൈ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക. ഇഷ്ടമുള്ളൊരാഹാരം, നിനക്കിഷ്ടമുള്ള ആഹാരം. ഇത് കഴിച്ചിട്ട് കുണ്ടണി കാണിക്കാതെ മര്യാദയ്ക്ക് ഇരുന്ന് പഠിച്ചു പോകണം. എനിക്ക് വയ്യാത്ത, എനിക്ക് കിടന്ന് ഉറങ്ങണം കേട്ടല്ലേ. മര്യാദയ്ക്ക് കഴിച്ചിട്ട് നാളത്തെ പരീക്ഷയ്ക്കുള്ള പഠിക്കണം. താങ്ക്യോ തൂങ്കിയോ. ബ്രെഡൊന്നും പൊരിക്കണമെന്ന് ഇഷ്ടമല്ല. ഞാൻ എന്താ ഇതിൽ നിന്ന് 2 ബ്രെഡ് എടുത്ത് കട്ടൻ തേയിലയിട്ട് പൊടിക്കാം. എനിക്ക് പൊരിക്കാൻ കട്ടൻ തേയിലയിട്ട് പൊടിക്കാം. ചുമ്മാ പ്രായമുണ്ട്, കുറേ മുട്ടകൾ കിട്ടിയിട്ടുണ്ട്, പൊരിച്ച് അത് തന്നെ കൊടുക്കണം. അവർ രണ്ടുപേരും കൂടെ ഇരുന്ന് കഴിക്കുന്നു. രണ്ടുപേരും കഴിക്കും. സൂപ്പർ.